നമസ്കാരം. ഇത് എസ് രാജമൗലിയുടെ സിനിമയിൽ, പേരിടാത്ത സിനിമയിൽ പൃഥ്വിരാജിൻ്റെ ചിത്രം, അദ്ദേഹത്തിൻ്റെ ആ കഥാപാത്രത്തിൻ്റെ ചിത്രം പുറത്തുവിട്ടപ്പോൾ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഈ ചിത്രം കുംഭ എന്ന കഥാപാത്രത്തിൻ്റെ പേര്, പൃഥ്വിരാജ് അഭിനയിക്കുന്ന കഥാപാത്രം. മറ്റ് വിശദാംശങ്ങളൊന്നും നമ്മുടെ കയ്യിൽ ഇപ്പോഴില്ല. ഇപ്പം ഞാൻ ഈ ചിത്രം കാണിച്ച് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന ഒരു കാര്യം ഒപ്റ്റിക്കൽ മോഷൻ ക്യാപ്ചർ എന്ന സിനിമ നിർമ്മാണ സങ്കേതത്തെക്കുറിച്ചാണ്. ഇത് കേവലമായ ഒരു സാധാരണ നമ്മൾ കാണുന്ന ഷൂട്ടിങ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ചിത്രീകരണത്തിൻ്റെ സ്വഭാവത്തിലുള്ള സിനിമ അല്ല, അങ്ങനെയല്ല എടുക്കുന്നതെന്നാണ് പറയുന്നത്. ഒപ്റ്റിക്കൽ മോഷൻ ക്യാപ്ചർ എന്ന സങ്കേതം ഉപയോഗിച്ചാണ് അത്ര എടുക്കുന്നത്. അതെന്താണ് സംഭവം എന്ന് പറഞ്ഞിട്ട് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നുള്ള ഇതിലേക്ക് ഞാൻ വരാം. ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ ശരീരചലനം അതേപടി കമ്പ്യൂട്ടറിലെ ഒരു ഡിജിറ്റൽ കഥാപാത്രത്തിലേക്ക് പകർത്തുന്ന സാങ്കേതിക വിദ്യയാണ്. അതായത് നമ്മൾ ഭയങ്കരമായി അഭിനയിച്ച് പെരുപ്പിക്കുകയൊന്നും വേണ്ട, ചില മൂവ്മെൻറ്റുകളൊക്കെ ഉപയോഗിച്ച് സാങ്കേതികമായി കൂടി നമ്മുടെ ചലനങ്ങളെ ഒപ്പിയെടുത്ത് കമ്പ്യൂട്ടറിൽ അത് കാർട്ടൂണായോ മറ്റു രൂപമായോ ഇനി നമ്മുടെ തന്നെ രൂപമായോ ഒക്കെ CGയിലൊക്കെ നമ്മൾ ചെയ്യുന്നതിൻ്റെ മറ്റൊരു തലമാക്കി മാറ്റി അടയാളപ്പെടുത്തുന്ന ഒരു പരിപാടിയാണ്. അതുകൊണ്ടാണ് മോഷൻ ക്യാപ്ചർ എന്ന് പറയുന്നത്രേ. സിനിമകളിലെയും ഗെയിമുകളിലെയും കഥാപാത്രങ്ങൾക്ക് മനുഷ്യരെ പോലെ സ്വാഭാവികമായ ചലനങ്ങൾ ലഭിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ക്യാമറകളും മാർക്കറുകളും ഉപയോഗിച്ച് ശരീരത്തിൽ ഇങ്ങനെ സെൻസറുകൾ ഘടിപ്പിക്കും. അഭിനേതാവിൻ്റെ പ്രത്യേക മാർക്കറുകളോ സൂട്ടോ ഇല്ലാതെ AI ക്യാമറകളും ഉപയോഗിച്ച് ഈ പോയിന്റുകൾ, ചലനം ഒക്കെ രേഖപ്പെടുത്തും. നമ്മളിങ്ങനെ പോകുന്നതും വരുന്നതും ഒക്കെ രേഖപ്പെടുത്തും. ഇപ്പോൾ ലോകകപ്പ് ഫുട്ബോളിലൊക്കെ എത്തുന്ന കളിക്കാരുടെ പരിശീലനത്തിലൊക്കെ കളിക്കാരുടെ ചലനങ്ങൾ നിരീക്ഷിച്ച് കളി മെച്ചപ്പെടുത്താൻ വേണ്ടി ഇത് ഉപയോഗിക്കത്രേ. അതായത് ഇപ്പം ചിലയിടങ്ങളിൽ നിന്നൊക്കെ അടിച്ച് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത വിധം മെസ്സിയും റൊണാൾഡോയും ഒക്കെ ഗോൾ പോസ്റ്റിലേക്ക് കൃത്യമായി അടിക്കുന്നില്ലേ, ലോകത്ത് വേറെ ആയിരിക്കും ആവില്ല എന്നല്ല നമ്മൾ വിചാരിക്കുക. അങ്ങനെയുള്ള പ്രതിഭ ഒക്കെ ഉപയോഗിച്ചിട്ട് അങ്ങനെ കളി പുറത്തെടുക്കണമെങ്കിൽ അതിനനുസരിച്ച് നമ്മളെ മൂവ്മെൻറ്റ് പരിശീലനത്തിന് വേണ്ടി ആ മൂവ്മെൻറ്റ് മെച്ചപ്പെടുത്താനും തിരുത്താനും ഒക്കെ ഇത്തരം സാധ്യതകൾ ഉപയോഗിക്കാറുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതായത് യഥാർത്ഥം എന്ന് തോന്നുന്ന CGI കഥാപാത്രങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി ഈ മൂവ്മെൻറ്റ് രേഖപ്പെടുത്തിയിട്ട് അത് കൃത്യമായിട്ട് കമ്പ്യൂട്ടറിൽ വെച്ചിട്ട് ചേർക്കുകയാണെന്നാണ് പറയുന്നത്. അത് ഒരാൾ മോഷൻ ക്യാപ്ചർ സൂട്ട് ധരിച്ചുകൊണ്ടാണ് ചെയ്യുക. അതിൽ സെൻസറുകൾ ഉണ്ടാവും, ചെറിയ മാർക്കറുകളൊക്കെ ഉണ്ടാവും, അത് രേഖപ്പെടുത്തും. ഇത് ഞാൻ ChatGPT ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയതാണ്. എന്തിനാണ് ചോദിച്ചതെന്നൊക്കെ ഞാൻ പറയാം. ഈ ചിത്രം അത് കമ്പ്യൂട്ടർ വിശകലനം ചെയ്ത് അതേ ചലനങ്ങൾ കഥാപാത്രങ്ങളിലേക്ക് പകർത്തും. അങ്ങനെയാണ് ഈ കഥാപാത്രങ്ങളുടെ ചിലപ്പം വലിയ പറന്ന് വീഴുന്നതോ അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കുന്നതോ ഒക്കെ ആയ കാര്യങ്ങൾ അടയാളപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് കേൾക്കുമ്പം വിസ്മയം തോന്നും. നമ്മൾ AI ഒക്കെ വന്നപ്പം കൂടുതൽ വിസ്മയം അതുപോലെ ഉണ്ടാവില്ലെങ്കിലും ഒരു കാര്യമുള്ളത് ഇങ്ങനെയൊക്കെ, അതായത് മനുഷ്യൻ്റെ പൂർണ്ണമായ അഭിനയമൊന്നും ഇല്ലാണ്ട് പണ്ട് നമ്മൾ രജനീകാന്തിൻ്റെ ഒരു AI സിനിമ വന്നപ്പോൾ പറഞ്ഞത് ഇതൊന്നും ആര് കാണാനാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി ഭാവിയിൽ വരുമെന്ന് പറഞ്ഞപ്പോൾ പോലും നമ്മൾ അംഗീകരിച്ചില്ല. ഭാവിയിൽ ജയൻ്റെ സിനിമയൊക്കെ വരുന്നൊക്കെ ചില ആൾ പറയാറുണ്ട്, ജയനൊക്കെ പുനഃസൃഷ്ടിച്ചിട്ട് വരും എന്ന് പറയാറുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഏത് മട്ടിലും നമുക്ക് അസ്വാഭാവികത തോന്നാത്ത വിധം സൃഷ്ടിക്കാമത്രേ. അങ്ങനെ ഉള്ള ചില സങ്കേതങ്ങൾ സിനിമയിൽ ഉപയോഗിച്ച് വന്നിട്ടുണ്ട്. വാരണസിയിൽ കുംഭ എന്ന കഥാപാത്രത്തിന് വേണ്ടി പൃഥ്വിരാജ് ഇന്ത്യയിൽ അധികം ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ലാത്ത ഈ സങ്കേതത്തെക്കുറിച്ച് സമഗ്രമായി പഠിച്ചു എന്നാണ് പറയുന്നത്. നിസാം ബഷീർ സംവിധാനം ചെയ്യുന്ന കെട്ടിയോളാണ് എൻ്റെ മാലാഖ, റൊഷാക്ക് എന്നീ സിനിമയ്ക്ക് ശേഷം മൂന്നാമതായി നിസാം ബഷീർ സംവിധാനം ചെയ്യുന്ന ഐ നോബഡി എന്ന് പറഞ്ഞ സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട് പൃഥ്വിരാജ് നൽകുന്ന അഭിമുഖങ്ങളുടെ ഒരു നിര തന്നെയുണ്ട്. ആ അഭിമുഖങ്ങളിൽ അദ്ദേഹം പറഞ്ഞ ഈ വെളിപ്പെടുത്തിയ അദ്ദേഹത്തിൻ്റെ കുംഭയുമായി ബന്ധപ്പെട്ട ചിത്രീകരണ അനുഭവത്തിൽ നിന്നാണ് ഈ വിശദാംശം ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അദ്ദേഹം കുറച്ച് കാര്യം പറയുന്നുള്ളൂ. ഞാനപ്പോൾ ഈ മോഷൻ ക്യാപ്ചർ എന്ന് പറയുന്ന സാധനത്തെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് നോക്കിയപ്പം അത് നിങ്ങളോട് കൂടി പങ്കുവെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഈ വീഡിയോയുടെ ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഞാൻ പൃഥ്വിരാജിൻ്റെ 2-3 അഭിമുഖങ്ങൾ ആധാരമായിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട പറയാൻ നമ്മൾ കേൾക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ചില അദ്ദേഹം സ്പർശിക്കാനിടയുള്ള ചില മേഖലകളെക്കുറിച്ചൊക്കെ പ്രതികരിച്ച കാര്യങ്ങൾ നിങ്ങൾ കേൾപ്പിക്കാമെന്ന് വെച്ചിട്ടാണ് ഈ വീഡിയോയിലൂടെ വന്നത്. പ്രധാനമായിട്ട് മനോരമ, ക്യൂ, ഗലാട്ട പ്ലസ് ഈ 3 മാധ്യമങ്ങൾക്ക്, യൂട്യൂബുകൾക്ക് ഓൺലൈൻ അഭിമുഖങ്ങളാണ്. 1 മണിക്കൂർ 50 മിനിറ്റൊക്കെ നീണ്ട അഭിമുഖങ്ങളാണ്. നമുക്ക് കണ്ട മടുക്കില്ല. പൃഥ്വിരാജിൻ്റെ അഭിമുഖം ഞാൻ കാര്യമായി ശ്രദ്ധിച്ച് നോക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ, സമഗ്രതയിൽ അദ്ദേഹം എടുക്കാറുള്ള തീരുമാനങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ഒരാൾ എന്നുള്ള ആൾക്കാണ് ഞാൻ ആകാംക്ഷയോടെ അത് കണ്ടത്. അത് നിങ്ങളെയും കൂടിയും അറിയിക്കാം, ഇൻട്രസ്റ്റ് ഉള്ള ആൾക്ക് കേൾക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. ക്രമത്തിലൊന്നുമല്ല, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ ഓർമ്മയുള്ളൊരു 5 കാര്യം നിങ്ങൾ കേൾപ്പിക്കും. ഒന്നാമത് സമകാലിക മലയാള സിനിമയെക്കുറിച്ചുള്ള അദ്ദേഹം പറഞ്ഞ ചില കമൻറ്റുകളാണ്. അതിലൊന്ന് പേട്രിയറ്റ് എന്ന മമ്മൂട്ടി, മോഹൻലാൽ, മഹേഷ് നാരായണ സിനിമയെക്കുറിച്ച് അദ്ദേഹം നടത്തിയ നിരീക്ഷണമാണ്.
നിരീക്ഷണമാണ്. ആ സിനിമ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടതാണ്, ചില ഭാഗങ്ങൾ വർക്കാവാതെ പോയി എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം. ഏകദേശം ഞാനും നമ്മൾ ഒരു വീഡിയോയിൽ അത് സംബന്ധിച്ച് ന്യൂസ് അറ്റ് ന്യൂസിൽ ആ സിനിമ റിലീസായ സമയത്ത് പറഞ്ഞാണ്. ആ സിനിമ സമഗ്രമായി നോക്കുമ്പോൾ അതൊരു ഉള്ളടക്കത്തെ സംബന്ധിച്ച് ഗംഭീരമായ സിനിമയായി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അത് അത്ര വിജയിച്ചില്ല എങ്കിലും അതിൻ്റെ ചില വർക്കാവാത്ത ചില പോർഷൻ ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കും അത് അത്രമാത്രം വിജയിക്കാതിരുന്നത്. പക്ഷേ അത് പിന്നെ സമ്പൂർണ്ണമായി പരാജയപ്പെട്ട സിനിമയുമല്ല. അതിനെക്കുറിച്ച് പൃഥ്വിരാജ് പറയുന്നത്, വ്യക്തിപരമായി എനിക്ക് വർക്കായ സിനിമയാണ് പേട്രിയറ്റ്. കാരണം വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ചിത്രം പറഞ്ഞത്. ഞാൻ നേരത്തെ കഥകൾ കേൾക്കുന്നു എന്നത് ഇപ്പോഴൊരു മീമായിട്ടുണ്ട്. പക്ഷേ സത്യത്തിൽ പേട്രിയറ്റിൻ്റെ കഥ ഞാൻ നേരത്തെ തന്നെ വായിച്ചിരുന്നു. മഹേഷ് എനിക്ക് അത് പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഗംഭീര എഴുത്തായിട്ടാണ് എനിക്ക് തോന്നിയത്. പെർഫെക്റ്റ് ചിത്രമല്ല, ഒരു സിനിമയും പെർഫെക്റ്റ് അല്ല. പേട്രിയറ്റ് ഞാൻ കണ്ടിരുന്നു. തിരക്കഥയിൽ നിന്നും സിനിമയിലേക്ക് എത്തിയപ്പോൾ കുറേ കൂടി നന്നാക്കാമായിരുന്നു എന്നും മറ്റൊരു തരത്തിലായിരുന്നുവെങ്കിൽ എന്നൊക്കെ എനിക്ക് തോന്നിയ ഭാഗങ്ങളുണ്ട്. ഒരുപക്ഷെ ഇത്ര വലിയ സ്റ്റാർഡമിൻ്റെ ബാധ്യത ഇല്ലായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നാകുമായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷേ ചില സീനുകളിൽ മഹേഷ് നാരായണൻ തകർത്തിട്ടുണ്ട്. വളരെ ക്ലാസ്സായി മഹേഷ് ഒരുക്കിയ സീനുകളുണ്ട്. ചില നിമിഷങ്ങൾ ഇൻ്റർനാഷണൽ സിനിമകളുടെ നിലവാരത്തിലേക്ക് ഉയർന്നതായി എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നാൽ ചില വർക്കാകാത്ത ഭാഗങ്ങളുമുണ്ട് സിനിമയിൽ എന്നാണ് പൃഥ്വിരാജ് പറയുന്നത്. സ്വന്തം കൂടെയുള്ള സഹപ്രവർത്തകരൊക്കെ എടുക്കുന്ന സിനിമയെക്കുറിച്ച് അദ്ദേഹം സത്യസന്ധമായ ഒരു അഭിപ്രായം പറയുക എന്നുള്ളത് സാധാരണ എല്ലാവരും ചെയ്യാത്തതല്ല. അത് പ്രധാനമായിട്ട് എനിക്ക് തോന്നി. മറ്റൊന്ന്, ഈ ഐ നോബഡി എന്ന് പറയുന്ന സിനിമയിലെ അദ്ദേഹത്തിൻ്റെ സഹതാരങ്ങളിൽ അഭിനേതാക്കളിൽ ഒരാൾ പാർവതിയാണ്. ഒരുപക്ഷെ നേരത്തെ അദ്ദേഹം ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ സിറ്റി ഓഫ് ഗോഡ് എന്ന് പറയുന്ന ഒരു ഗംഭീര സിനിമയുണ്ട്, അതിൽ ആണ് അവർ ആദ്യമായി ഒന്നിച്ചിട്ടുണ്ടാവുക. ആ സിനിമയ്ക്ക് ശേഷം ഒരുപക്ഷെ എന്ന് നിൻ്റെ മൊയ്തീൻ വലിയ സ്വീകാര്യത നേടിയ സിനിമയിലെ നായികന്മാരെ നിരവധി സിനിമകളിൽ അവർ ജോഡികളായി വന്നു. എന്നാൽ ഇവിടെ ഐ നോബഡിയിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം വരുമ്പം വലിയ ചർച്ചകൾക്കുള്ളൊരു സ്കോപ്പുണ്ട്. പാർവതി പ്രധാനമായി നിൽക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സമീപകാലത്ത് മലയാള സിനിമയിൽ സോഷ്യൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന പൊതുവായ വിഷയങ്ങളിൽ നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്ന ആളാണ് പാർവതി. അവർ അതിനുള്ള തിക്താനുഭവങ്ങൾ സിനിമയിൽ നേരിട്ട കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പ്രത്യേകിച്ചും നടി ആക്രമിക്കപ്പെട്ട കേസിലെ ഉറച്ച നിലപാടിൻ്റെ തുടർച്ചയായിട്ട് അവരെ സിനിമയിൽ നിന്ന് തന്നെ നിഷ്കാസിതയാക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും അവർ ഇവിടെ തന്നെയല്ല, തമിഴിലും ഹിന്ദിയിലും അടക്കം പോയി ഉയർച്ചകളിലേക്കാണ് പോയത്. ഇവിടെ പറയുന്നത് പോലെയുള്ള ചില സാമൂഹ്യ മാധ്യമങ്ങളിലെ അധിക്ഷേപങ്ങളൊക്കെ നേരിടുന്നുണ്ട് എന്നുള്ളതിനപ്പുറത്ത് മറ്റൊന്നും സംഭവിച്ചില്ല. എന്നാൽ അങ്ങനെയുള്ള ആളുകളെ അകറ്റി നിർത്തുന്ന മുൻനിര നായകരെയൊക്കെ നമുക്ക് കാണാം. നിർമ്മാതാക്കൾ എന്തിനാ വെറുതെ തലവേന, വേറൊന്നും വിചാരിച്ചിട്ടില്ല, ഇത് മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കും അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടാവില്ല, എന്തിനാ വെറുതെ തലവേന വെച്ചൊക്കെ മാറ്റി നിർത്തേണ്ട, അവരുടെ അടുത്തേക്ക് തിരക്കഥകൾ എത്താത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. എന്നാൽ ഇപ്പോൾ പൃഥ്വിരാജിന് അതിലൊന്നും ഭയമില്ല എന്ന നിലപാട് നേരത്തെ അദ്ദേഹം കൈക്കൊണ്ടിട്ടുണ്ട്. ഇടക്കാലത്ത് അവർ തമ്മിൽ സിനിമ ഒന്നിച്ച് ചെയ്തിട്ടില്ല. എന്നാൽ ഇപ്പോൾ വീണ്ടും ഒരിടവേളയ്ക്ക് ശേഷം ചെയ്തു വരികയാണ്, അത് പുറത്തു വരികയാണ് ഐ നോബഡി. അങ്ങനെ പാർവതിയുമായി ബന്ധപ്പെട്ട അവർ ഒരു അഭിനേത്രി എന്നുള്ള നിലയിൽ കൂടെ തൻ്റെ നായികയായി പെർഫോം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ചില നിരീക്ഷണങ്ങളും അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. നോബഡിയിൽ മാത്രമല്ല, അദ്ദേഹം ആദ്യം അഭിനയിച്ച സിനിമ മുതലുള്ള കാര്യങ്ങൾ അദ്ദേഹം പരാമർശിക്കുന്നുമുണ്ട്. അവരുടെ അഭിനയ മികവ്, അവർക്കൊപ്പം അഭിനയിക്കുമ്പോൾ നടൻ എന്ന നിലയിൽ കിട്ടുന്ന സന്തോഷം ഒക്കെ പൃഥ്വിരാജ് പറയുന്നുണ്ട്. മാത്രമല്ല, വിദ്വേഷ പ്രചരണത്തിനിടെയാണ് ഇതെല്ലാം പറയുന്നതെന്നുള്ളതാണ് എന്നെ പ്രധാനമായിട്ട് ആകർഷിക്കുന്നത്. അതിൽ ഭയക്കാതെ പറയുന്നു എന്നുള്ളതാണ്. പാർവതി തിരുവോത്ത് എന്ന നടിയുടെ സിനിമയോടുള്ള കാഴ്ചപ്പാടിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പ്രശംസനീയമായ അഭിപ്രായങ്ങൾ കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അവർ വളരെ ബുദ്ധിശാലിയായ ഒരു നടിയാണ്. എനിക്ക് ഈ സിനിമയിൽ എത്രമാത്രം സീനുകൾ ചെയ്യാനുണ്ട് എന്ന് നോക്കിയല്ല അവർ കഥ കേൾക്കാറുള്ളത്. നല്ല സിനിമയാകാൻ സാധ്യതയുള്ള തിരക്കഥയാണോ എന്നും അതിലേക്ക് വരുമ്പോൾ താൻ ആ സിനിമയ്ക്ക് എത്രത്തോളം മാറ്റമുണ്ടാകും താൻ വരുമ്പോൾ എന്നും കൃത്യമായി മനസ്സിലാക്കുന്ന ആളാണ് അവർ. എനിക്ക് കുറേ കാലമായി പാർവതി അറിയാം. ഭാവിയിൽ അവർ ഒരു മികച്ച സംവിധായിക കൂടിയായി മാറും. സിനിമയെ ആ രീതിയിൽ കാണാൻ കഴിയുന്ന പാർവതിയുടെ സംവിധാന മികവ് കാണാൻ ഞാൻ കാത്തിരിക്കുകയാണ് എന്ന് ഒരു വ്യത്യസ്തമായൊരു കാര്യം കൂടി അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. മനോരമ അഭിമുഖത്തിൽ അത് പാർവതി പറയുന്നുണ്ട്. അങ്ങനെ ഒരു സ്വപ്നം ഏകദേശം യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുകയാണ് സംവിധായിക എന്നുള്ള നിലയിലുള്ള രംഗപ്രവേശം. മറ്റൊരു കാര്യം, എപ്പോഴും ഇത്തരം അഭിമുഖങ്ങൾ ഇടക്കാണ് കിട്ടുക. നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെയാണ് ഇത്തരം ആളുകൾ അഭിമുഖങ്ങൾക്ക് വരിക. നിരന്തരമായി കുറേ ചാനലുകളിൽ സിനിമയുടെ പരസ്യത്തിനായിരിക്കും. പക്ഷേ നമുക്ക് കൗതുകം ഉണ്ടാക്കുന്ന ചില ചർച്ചകളിലേക്ക് വരാറുണ്ട്. അതിലൊന്ന്, പൃഥ്വിരാജിൻ്റെ മകൾ അദ്ദേഹത്തിൻ്റെ സിനിമ കാണാറില്ല, അദ്ദേഹം കാണിക്കാറില്ല എന്നുള്ളതാണ്. അത് ഇപ്പോൾ അവർ 10-11 വയസ്സായി ആ കുട്ടി. അതിനെക്കുറിച്ചുള്ള ചോദ്യം വരുന്നുണ്ട്. അപ്പോൾ പൃഥ്വി മറുപടി പറയുന്നുണ്ട്, മകൾ ഇനി എൻ്റെ സിനിമകൾ കാണും. മകൾ അലങ്കൃത സിനിമകളെക്കുറിച്ച് മാത്രമല്ല എല്ലാ കാര്യത്തിലും അഭിപ്രായം പറയാറുണ്ട്. ഇപ്പോൾ എൻ്റെ സിനിമകൾ അവളെ കാണിക്കാറില്ല. അവൾക്ക് എൻ്റെ അഭിനയത്തെയും കഥാപാത്രങ്ങളെയും തിരിച്ചറിയാനുള്ള വിവേചന ബുദ്ധി വരുന്നതുവരെ കാത്തിരിക്കാനായിരുന്നു ഞങ്ങൾക്ക് താല്പര്യം. ഞാൻ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ പലതും പക്വതയോടെ കാണേണ്ട വിഷയങ്ങളായിരുന്നല്ലോ. ഇപ്പോൾ 11 വയസ്സായി, ടീനേജിലേക്ക് കടക്കുകയാണ്. എൻ്റെ നല്ല സിനിമകൾ കണ്ട് പ്രശംസിക്കാനും മോശം സിനിമ കണ്ട് കളിയാക്കാനും കൂടെ ഉണ്ടാകണം എന്നാണ്
എന്നാണ് ആഗ്രഹം. ഏതൊരു അച്ഛനും ആഗ്രഹിക്കുന്ന ആ കാലത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത് എന്ന് മകളെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അത് ശ്രദ്ധേയമായൊരു നിരീക്ഷണം അദ്ദേഹം നേരത്തെ നടത്തിയിട്ടുണ്ട്. അതായത് സാധാരണ നടന്മാരുടെ സിനിമ കാണുമ്പോഴല്ല, സ്വന്തം അച്ഛൻ അഭിനയിക്കുമ്പോൾ അതിൻ്റെ ഒറിജിനൽ ആണോ സിനിമയാണോ എന്നുള്ള ഒരു ഫാൻറ്റസി ലോകത്താണല്ലോ കുട്ടികൾ അതിലെ യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുന്നതിന് മുന്നേ അത് കാണുമ്പോൾ ഉണ്ടാകുന്ന മാനസികമായ പ്രശ്നത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം മുമ്പ് ഇത് പറഞ്ഞിരുന്നത്. ഇനി പാകമായ മാനസികാവസ്ഥയിലേക്ക് വരികയാണ്, കാണാം എന്ന് പറയുന്നുണ്ട്. മറ്റൊരു കൗതുകം, ഈ സിനിമ മേഖലയിലെ വിവാദങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും നിങ്ങളും. ഇപ്പോൾ താരസംഘടനയുടെ AMMയുടെ വിവാദങ്ങൾ, അവിടെ മല്ലിക സുകുമാരൻ അഭിപ്രായം പറയുന്നു, ഒപ്പം പൊതുവിഷയങ്ങളിൽ അവർ അഭിപ്രായം പറയുന്നു. പൃഥ്വിരാജിൻ്റെ അമ്മ ഇപ്പോൾ എമ്പുരാൻ ഇറങ്ങിയ സമയത്ത് മേജർ രവിക്കെതിരെ അഭിപ്രായം പറയുന്നു. അവർ ആ തരത്തിൽ പൊതുവായ കാര്യങ്ങൾ വിവാദങ്ങളിലൊക്കെ പെടുന്നു. അപ്പോൾ ചിലരൊക്കെ ചോദിക്കാറുണ്ട്, ഇത് പൃഥ്വിരാജിനെ നിയന്ത്രിച്ചൂടെ എന്നൊക്കെ സോഷ്യൽ മീഡിയയിലെ കമൻറ്റൊക്കെ കാണാറുണ്ട്. ഈ കാര്യത്തിൽ ഒരു ചോദ്യം അഭിമുഖത്തിൽ വന്നപ്പോൾ അദ്ദേഹം മറുപടി പറയുന്നുണ്ട്. എൻ്റെ അമ്മയ്ക്ക് വളരെ ശക്തമായൊരു വ്യക്തിത്വമുണ്ട്, അതിലെനിക്ക് അഭിമാനമേ ഉള്ളൂ. അമ്മയുടെ വ്യക്തിത്വത്തെ മാറ്റിമറിക്കാൻ ഞാനോ ചേട്ടനോ ആരാണ്? നമ്മൾ തമ്മിലും വിയോജിപ്പുകളും തർക്കങ്ങളും ഉണ്ടാകാറുണ്ട്. പക്ഷേ അമ്മ ഇങ്ങനെ ആകാവൂ എന്ന് പറയാൻ എനിക്ക് അവകാശമില്ല. മോനെ, നീയൊന്ന് മാറൂ എന്ന് അമ്മ എന്നെ ഒരിക്കലും നിർബന്ധിച്ചിട്ടില്ല. ഞാനും അമ്മയുടെ കാര്യത്തിൽ ഇടപെടാറില്ല. നീ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഇനി നമ്മളത് കൈകാര്യം ചെയ്യുക. അത് അമ്മയുടെ പ്രശ്നമല്ലല്ലോ, നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ, ഓരോരുത്തരുടെയും കാഴ്ചപ്പാടിൻ്റെ സംഘർഷമാണല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ഒരു ഗൗരവമുള്ള ശ്രദ്ധേയമായ നിരീക്ഷണമാണ്. പൊതുവെ അങ്ങനെ സ്ത്രീകളുടെ കാര്യത്തിലാണ് പുരുഷന്മാർക്ക് ശ്രദ്ധയില്ലേ, അതാണ് അച്ഛനാണോ മകനാണോ ഭർത്താവാണോ അങ്ങനെയാണ് ചോദിക്കുക. നേരെ കുറച്ച് തിരിച്ച് ചോദിക്കാറില്ല. പൃഥ്വിരാജ് ഇങ്ങനെയുള്ള അഭിപ്രായം പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ഇടപെടയില്ലേ എന്ന് അമ്മയോട് ചോദിക്കുന്ന ഒരു പരിപാടി നമ്മുടെ പൊതുമധ്യത്തിലില്ലല്ലോ. അതിൽ നിന്ന് വ്യത്യസ്തമായൊരു സാഹചര്യത്തെ കുറിച്ച് അദ്ദേഹം വളരെ സമർത്ഥമായി ഒരു ദീർഘവീക്ഷണത്തോടെ അതിനെക്കുറിച്ച് മറുപടി പറഞ്ഞു എന്നുള്ളതാണ്. അവസാനമായിട്ട് ഈ സമീപകാലത്ത് സലിം കുമാറിൻ്റെ മരണാനന്തരം അദ്ദേഹത്തെക്കുറിച്ച് പലവിധ ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് പൃഥ്വിരാജ് ഗലാട്ട പ്ലസിലെ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. സലിം കുമാർ എന്നത് പകരം വെക്കാനാവാത്തൊരു നടനാണ്. അദ്ദേഹം ചെയ്യാതെ പൂർണ്ണത വരാത്ത ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. കുറേ കാലമായി അദ്ദേഹം സിനിമയിൽ അത്ര സജീവമല്ലാതായപ്പോൾ പല എഴുത്തുകാർക്കും തിരക്കഥാകൃത്തുക്കളും കഥാപാത്രങ്ങൾ തന്നെ മാറ്റേണ്ടി വന്നിട്ടുണ്ട്. കാരണം സലിം കുമാർ ഇല്ലെങ്കിൽ ആ കഥാപാത്രം പൂർണ്ണമാകില്ല എന്ന തിരിച്ചറിവാണ്. അദ്ദേഹത്തിന് പകരം മറ്റൊരാളെ കണ്ടെത്തുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നടൻ എന്നതിലുപരി ഞാൻ കണ്ടിട്ടുള്ള നല്ല വ്യക്തിത്വങ്ങളിൽ ഒരാളുമായിരുന്നു അദ്ദേഹം. എന്ത് അഭിപ്രായമാണെങ്കിലും ആരെയും ഭയക്കാതെ തുറന്നു പറയും. ആരുടെ മുന്നിലാണെന്നോ എവിടെയാണെന്നോ ഒരിക്കലും നോക്കിയിരുന്നില്ല. സാഹിത്യം, ചരിത്രം, രാഷ്ട്രീയം, നാടകം തുടങ്ങി പല മേഖലകളിലും നല്ല അറിവുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ ആവശ്യം എല്ലാവർക്കും അറിയണം എന്നില്ല. അദ്ദേഹത്തോടൊപ്പം നിരവധി സിനിമകളിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞത് ഭാഗ്യമായാണ് കാണുന്നതെന്ന് പൃഥ്വിരാജ് പറയുന്നുണ്ട്. ദേശീയ അവാർഡ് ലഭിച്ച ശേഷമാണ് സലിം കുമാർ എന്ന നടനെ താൻ ശ്രദ്ധിക്കുന്നതെന്ന് ഗലാട്ട പ്ലസിലെ അവതാരകൻ പറയുമ്പോഴാണ് കേരളത്തിലെ പ്രേക്ഷകരെ സംബന്ധിച്ച് സലിം കുമാറിൻ്റെ വലിയ വഴിത്തിരിവായ കഥാപാത്രത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്. അത് വെറും ഹാസ്യ നടനോ സ്വഭാവ നടനോ മാത്രമല്ല, ഗൗരവമുള്ളതും സങ്കീർണവുമായ കഥാപാത്രങ്ങളും അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യാൻ കഴിയും. അത് അച്ഛനുറങ്ങാത്ത വീട് എന്ന സിനിമയെ പരാമർശിച്ചുകൊണ്ടാണ് ലാൽ ജോസിൻ്റെ ആ സിനിമയിലെ കഥാപാത്രം അദ്ദേഹം ചെയ്തപ്പോൾ തന്നെ മലയാളികൾക്ക് അത് ബോധ്യമായിരുന്നു എന്ന് അതിൽ പൃഥ്വിരാജ് അഭിനയിച്ചിട്ടുണ്ടല്ലോ ആ കാര്യം പറയുന്നത്. അതേസമയം അദ്ദേഹത്തിൻ്റെ സങ്കീർണമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാനുള്ള മികവിനെ അദ്ദേഹം ഓരോന്നായി പരിശോധിച്ച് പറയുന്നും ഉണ്ട് എന്നുള്ളതാണ്. ഇതോടൊപ്പം ഈ അഭിമുഖങ്ങളിൽ, പൃഥ്വിരാജിൻ്റെ അഭിമുഖങ്ങളിൽ അദ്ദേഹം ചില ഇതുവരെ ഇല്ലാത്തൊരു വ്യത്യസ്തമായ കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഈ സലിം കുമാർ വരെയുള്ള അദ്ദേഹം കൂടി അഭിനയിച്ച അഭിനേതാക്കൾ മരിച്ച സാഹചര്യങ്ങളുണ്ട്. തിലകനില്ല, സലിം കുമാറില്ല, മുരളിയില്ല, ഇങ്ങനെ കുറേ ആളുകൾ ഇപ്പോൾ ഇല്ല. അപ്പോൾ ഈ ഐ നോബഡി എന്ന് പറഞ്ഞ സിനിമയുടെ ഈ ഇൻ്റർവ്യൂകളിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഞാനും അങ്ങനെ ആലോചിക്കാറുണ്ട്, ഭാവിയിൽ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കൂടെ അഭിനയിച്ച ആളുകൾ അവരെക്കുറിച്ച് ആലോചിക്കില്ലേ എന്ന്. ഇപ്പോൾ തിലകനെക്കുറിച്ച് താൻ ആലോചിക്കുന്നത് പോലെ തന്നെക്കുറിച്ച് അവർ ആലോചിക്കില്ലേ എന്നൊരു പുതിയ കാഴ്ചപ്പാട് അദ്ദേഹം വെക്കുന്നുണ്ട്. അത് ജീവിതത്തെക്കുറിച്ച് ഞാൻ മരിച്ചാൽ എന്ത് സംഭവിക്കും, ആളുകൾ എന്നെ ആലോചിക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു കാഴ്ചപ്പാട് അദ്ദേഹം മുന്നോട്ട് വെക്കുകയാണ്. അതിനെക്കുറിച്ച് പല ആളുകൾ പല രീതിയിൽ അഭിപ്രായം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. സ്വന്തം മാനസികാനുഭവം നമ്മളോട് പങ്കുവച്ചിട്ടുള്ളതാണ്. അക്കൂട്ടത്തിലേക്ക് വെക്കാവുന്ന, കൂടുതൽ ചിന്തിക്കാൻ കഴിയുന്ന, അത് സിനിമ തന്നെ ആകണമെന്നില്ല, നമ്മുടെ തൊഴിൽ മേഖലയിൽ, നമ്മുടെ ജീവിത സാഹചര്യത്തിലൊക്കെ ഓരോരുത്തർക്കും ആലോചിക്കാൻ വകുപ്പുള്ളൊരു കാര്യമാണ്. അത് നിരാശയിലേക്കല്ല, നമ്മുടെ പുതിയ ചിന്ത എന്നുള്ള നിലയിൽ, ഒരു ചിന്താ വിഷയം എന്നുള്ള നിലയിൽ മാത്രം കാണേണ്ട ഒരു കാര്യമാണ്. എന്തായാലും ഈ അഭിമുഖങ്ങൾ നല്ല ആസ്വാദ്യകരമായ അഭിമുഖങ്ങളാണ്. നിങ്ങൾക്ക് പുതിയ വിവരങ്ങൾ കിട്ടാൻ അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങൾ വഴി സാധിക്കും. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് കാണാൻ സമയമില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. നന്ദി, നമസ്കാരം.